Hello, friends. We are going to the new chapter, the Trip of Le Horla, on page number 78 of the text. You see this chapter, the Trip of Le Horla, and this is our first session on this chapter. This chapter is important for many reasons. Okay, reason one is that this is written by the famous French novelist and short story writer Guy de Maupassant. Okay. Okay, this is one reason. Maupassant, the short story writer and the novelist, has written this travel essay. So we have an experience of how a short story writer, a fiction writer, is attempting at travel writing. What advantages do we have in reading travel piece by a fiction writer? ഒരു ചെറുകഥാകൃത്ത് ഒരു യാത്രാ വിവരണം എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലഭിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. Second thing is, this is about a typical kind of traveling by hot air balloons. Okay. അപ്പോൾ ഇപ്പോഴൊരു വലിയ അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല ബലൂൺ യാത്ര എന്നുള്ളത്. ഇപ്പോഴതൊരു പഴഞ്ചൻ കാര്യം തന്നെയാണ്. ആരും ബലൂണിൽ ഇപ്പോൾ യാത്ര ആവശ്യത്തിനായിട്ട് ആരും ബലൂണിൽ യാത്ര ചെയ്യാറില്ല. But when Maupassant traveled in a hot air balloon, it was in 18th century, and that was a novelty then. Okay, well, second thing is novelty. Novelty means newness, something fresh, because it was in 18th century. Okay, this is another thing that is attracting our attention to this particular chapter. Third thing is the style in which this particular essay is written. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറുകഥാകൃത്ത് ഒരു യാത്രാവിവരണം എഴുതുമ്പോൾ അതിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളത് കാണാൻ പറ്റുന്ന ഒരു ലേഖനമാണ് ഇത്. അതുകൊണ്ട് യു ഹാവ് ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, യു ഹാവ് ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങൾ, വർണ്ണനകൾ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിറയെയുണ്ട്. അതുകൊണ്ട് ദിസ് ഗീവ്സ് അസ് എ വണ്ടർഫുൾ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് വി കോൾ പെർസെപ്ഷൻ. ഇതിനാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച, വീക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ചുരുക്കത്തിൽ ഭൂമിയിൽ നിന്നും ഒരു കാര്യം കാണുന്നത് പോലെയല്ല ആകാശത്ത് നിന്നും അതേ കാര്യത്തെ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശം, നമ്മുടെ സ്വദേശത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്നതും നേരെ മറിച്ച് നമ്മൾ ആകാശത്ത് പോയിട്ട് ഒരു ഫ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പറക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നോ ഭൂമിയിലേക്ക് നോക്കിയാൽ ഹൗ വണ്ടർഫുൾ ദിസ് വേൾഡ് വിൽ ബി. ആ ഒരു എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ്ഡ് ഇൻ വേർഡ്സ്. അതാണ്. ഇപ്പോൾ യു ക്യാൻ ഡൂ ദിസ് ഇൻ എ വീഡിയോ, വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ചും ഒരു മൊബൈൽ, ഒരു വീഡിയോ ക്യാം ഉണ്ടെങ്കിൽ, ഒരു ഡ്രോണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡൂ ദിസ് വെരി ഈസിലി. വി ക്യാൻ ടേക്ക് എ വീഡിയോ. ഓക്കെ, യു കോൾ ഇറ്റ് എൻ ഏരിയൽ വീഡിയോ, എൻ എയർ വീഡിയോ, മുകളിൽ നിന്ന് എടുക്കുന്ന ഒരു സ്കൈ വീഡിയോ. നമുക്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ വെൻ യു ട്രൈ ടു describe it, when you try to narrate it, when you try to say it in your words, in your own words, it is slightly difficult for us, but at the same time the experience will be entirely different. ഒരു കാര്യം വീഡിയോയിൽ കാണിക്കുന്നത് പോലെയല്ല, വാക്കുകളിൽ എഴുതി ഫലിപ്പിച്ച് നമ്മുടെ വായനക്കാരനെ അത് അനുഭവിപ്പിക്കുമ്പോൾ അയാൾ കണ്ണുകൊണ്ടത് കാണുന്നില്ല, അയാളുടെ മനസ്സിലാണ് അയാളുടെ ഈ വർണ്ണനകൾ കാണുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് നമ്മളത് പെർസെപ്ഷന് ഒരു പ്രാധാന്യമുള്ള ഒരു എസ്സേ ആണ് ഇത് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും കാണുന്ന ഒരു കാര്യം, ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് വിൽ അപ്പിയർ വെൻ ഇറ്റ് ഈസ് സീൻ ഫ്രം ദ സ്കൈ, സീൻ ഫ്രം എബവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പല കാരണം കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാവൽ എസ്സേ ആണ്. അതിനേക്കാളും അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് യു ഹാവ് വാട്ട് യു കോൾ a kind of vividness. Vividness means variety. Okay, ഒരു സാധാരണ ഒരു മുഷിപ്പും അനുഭവപ്പെടാതെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വായിക്കാവുന്ന ഒരു
നല്ല എസ്സേ ആണ് ദ ട്രിപ്പ് ഓഫ് ലെ ഹോല. ലെ ഹോല ഈസ് എ നെയിം ഓഫ് ദ ബലൂൺ. ഇവർ യാത്ര ചെയ്യാൻ പോകുന്ന ബലൂണിൻ്റെ പേരാണ് ലെ ഹോള എന്നുള്ളത്. സോ വിത്തൗട്ട് ഫർദർ deliberations we are going to the chapter. It's very important for you to read the chapter at least 2 or 3 times aloud so that you understand this. Okay, so go to page number 78 of the text, and we are skipping the introduction part and all that we will do later in the class. Now just look at the text. The Trip of Le Horla by Guy de Maupassant. Maupassant is the pronunciation. He is a Frenchman, and that is the pronunciation of his name, Maupassant. Okay. On the morning of July 8th, year is not given. The only thing you can presume is that this is before 1894. ഇപ്പോൾ മൗപ്പസാങ്ങിൻ്റെ ജീവിതകാലത്തായതുകൊണ്ട് 18th സെഞ്ച്വറിയിൽ എപ്പോഴോ ആണ് ഇത് നടക്കുന്നത്. കൃത്യമായ ഇയർ അവിടെ പറഞ്ഞിട്ടില്ല, വർഷം അവിടെ പറഞ്ഞിട്ടില്ല. ദ മന്ത് ഈസ് ഗിവൺ, ഡേറ്റ് ഈസ് ഗിവൺ. ഓൺ ദ മോർണിംഗ് ഓഫ് July 8th I received the following telegram. ഓക്കെ, നമ്മൾ കമ്പി എന്ന് പറയുന്ന കമ്പി അടിക്കുക എന്ന് പറയാറില്ല, ഈ ടെലിഗ്രാം ചെയ്യുന്നത്, അതാണ് ടെലിഗ്രാം. നൗ നോട്ട് ദ മോഡേൺ ടെലിഗ്രാം, ബിക്കോസ് യു ഹാവ് ആൻ ആപ്പ് കോൾഡ് ടെലിഗ്രാം നൗ. ആ ടെലിഗ്രാമിനെ കുറിച്ചല്ല പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസിലുള്ള കോഡ് ഉപയോഗിക്കുന്ന പിന്നെ കമ്പി എന്ന് പറയുന്ന തപാൽ വകുപ്പ് ഉള്ള ടെലിഗ്രാമിനെയാണ് ടെലിഗ്രാം എന്ന്. ഐ ഗോട്ട് എ ടെലിഗ്രാം ഓൺ July 8th and this is the telegram. ടെലിഗ്രമാറ്റിക് എന്നൊരു പദമുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ ചുരുക്കി എഴുതുക എന്നുള്ള. ടെലിഗ്രാം ഈസ് എ വെരി എക്സ്പെൻസീവ് തിങ്. അതുകൊണ്ട് വാക്കുകൾ പരമാവധി ചുരുക്കിയിട്ട് വേണം ടെലിഗ്രാം സന്ദേശങ്ങൾ അയക്കുവാനായിട്ട്. സോ യു ഡോണ്ട് റൈറ്റ് ഫുൾ ലെങ്ത് സെൻറ്റൻസസ് ഇൻ ദ ടെലിഗ്രാം. ഓക്കെ, കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ആ ടെലിഗ്രാമിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻ ഡേ, ഓൾവേസ് മൈ പ്രെഡിക്ഷൻസ്. ഐ ഓൾവേസ് പ്രിഡിക്റ്റ് ദാറ്റ് the day will be the best for our travel. Always my predictions. I predicted this. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Belgian frontiers. Please come to Belgian frontier. Please remember this. This trip is from the border of Belgium to France. ബെൽജിയത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് നടത്തുന്ന ഒരു ട്രിപ്പാണിത്. ഓക്കെ, so Belgian border frontier. Baggage and servants leave at noon at the social session. Okay, we are leaving for the balloon trip after the social, after the the departure session, social session. Beginning of maneuvers means preparations, at 3 o'clock. And so I will wait for you at works means at the workshop, at the place where the balloon is, at the works from 5 o'clock on. Jovis. So Jovis had sent me a telegram. ഇതാണ് ടെലിഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. 5 മണിക്ക് മുമ്പായി താങ്കൾ അവിടെ എത്തിച്ചേരുക. At 5 o'clock sharp, I entered the gas works at La Villette. The name is French. La Villette എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. The balloon is lying on the courtyard and has the appearance of a cake made of yellow cloth flat on the ground under a rope. So when I reached there, the balloon is already there. Okay, it is flat because it is not yet filled with air. Okay, so it's not ready to travel. It is yet to be filled with air. Balloon അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. It looked like a huge cake made of ക്ലോത്ത്, തുണി കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഒരു കേക്ക് പോലെ അത് നിലത്ത് കാറ്റ് നിറയ്ക്കുന്നതിന് മുമ്പ് ആ ബലൂൺ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, 200 or 300 people are looking at it. So a large gathering of people have come. ഞാൻ നേരത്തെ പറഞ്ഞു 18ാം നൂറ്റാണ്ടിൽ ഇതൊരു വലിയ നോവൽറ്റി ആയിരുന്നു, ഒരു പുതുമയായിരുന്നു ആ ബലൂൺ യാത്ര എന്നുള്ളത്. അതുകൊണ്ട് ഇത് കാണാനായി, ആദ്യത്തെ ഈ കന്യായാത്ര കാണാനായിട്ട് കുറേ പേർ അവിടെ കൂടിയിട്ടുണ്ട്. Okay, 200 or 300 people are looking at it, sitting or standing, and some are examining the basket, a nice little square basket for the human cargo. Cargo means luggage. ഇവിടെ ഈ ബലൂണിലെ കാർഗോ ഹ്യൂമൺ ആണ്, മനുഷ്യൻ ലഗേജ് ആണ്. ഓക്കെ, ഞങ്ങളടങ്ങുന്ന മനുഷ്യ ലഗേജ് കൊണ്ടുപോകാനുള്ള ആ ബലൂണിൽ കെട്ടിത്തൂക്കുവാനുള്ള ബാസ്ക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് ബെയറിംഗ് ഓൺ ഇറ്റ്സ് സൈഡ് ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഓൺ മെഹാഗണി പ്ലേറ്റ് ദ വേർഡ്സ് ലെ ഹോള. ആ വലിയ കൊട്ടയുടെ ഒരു വശത്ത് ഒരു മഹാഗണി മരത്തടിയിൽ ഈ അക്ഷരങ്ങൾ, സ്വർണ്ണ നിറത്തിലുള്ള അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലെ ഹോള, ബലൂണിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. Okay, and so many people are looking at it. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon.
through a long tube of yellow cloth which lies on the soil, swelling and undulating like an enormous worm. Look at the description. It's a rather a long sentence. മോപ്പസാങ്ങിൻ്റെ കഥ ഫ്രഞ്ചിലായിരിക്കും എഴുതിയിരിക്കുക. ഓക്കെ, ഇത് ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനാണ്. പക്ഷേ ആ വാചകത്തിൻ്റെ ദൈർഘ്യം നോക്കുക. അപ്പോൾ ഫ്രഞ്ച് ഭാഷയിൽ ഇത്രയും ദീർഘമായ വാചകങ്ങൾ സ്ഥിരമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മോപ്പസാങ്ങിൻ്റെ ശൈലി അതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഒരു സെൻറ്റൻസിൽ തന്നെ വളരെ വിശദമായ ഒരു വർണ്ണന, ഒരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon through a long tube of yellow cloth. So the balloon was previously lying on the ground. It was not filled with air, but suddenly they started to fill the balloon with air, and air is being filled into the balloon through a long yellow cloth tube. നീളമുള്ള മഞ്ഞ തുണി കൊണ്ട് നിർമ്മിച്ച ഒരു ട്യൂബിലൂടെയാണ് ഈ ഹോട്ട് എയർ, വാതകം, ഈ ബലൂണിനകത്തേക്ക് കടത്തിവിട്ട് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്, അതിനെ വീർപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി, ഗ്യാസ് അതിനകത്ത് നിറയാൻ തുടങ്ങിയതോടുകൂടി കൂടി നിന്ന ആളുകൾ പിന്നോട്ട് മാറി. പിന്നെ ആ നിറയ്ക്കുന്ന പ്രോസസ്സിനെ അദ്ദേഹം വർണ്ണിക്കുന്നു. നോക്കുക, സെയിം സെൻറ്റൻസ് ആണ്. ക്ലോത്ത് വിച്ച് ലൈസ് ഓൺ ദ സോയിൽ, ദിസ് ഹ്യൂജ് ലോങ് ട്യൂബ് ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. നിലത്ത് കിടക്കുകയാണ് ഈ ട്യൂബ്. പക്ഷെ അതിനുള്ളിലൂടെ ഗ്യാസ് കടന്നു പോകുമ്പോൾ ഇറ്റ് ഈസ് സ്വെല്ലിങ് ആൻഡ് അൺഡ്യുലേറ്റിംഗ് ലൈക്ക് ആൻ എനോർമസ് വേം. ഓക്കെ, ലൈക്ക് ആൻ എർത്ത് വേം. എർത്ത് വേം എന്ന് പറഞ്ഞാൽ മണ്ണിര. Okay, enormous means large. As the gas is passing through the tube, the very tube is swelling. Swelling means getting enlarged. Okay, getting large, getting bigger, swelling and undulating, moving. Okay, undulating, moving like a just moving from its place like a large earthworm. ഓക്കെ, ഒരു വലിയ മണ്ണിരയെ പോലെ ഇതിങ്ങനെ പുളയാൻ തുടങ്ങി, ഈ പൈപ്പ്, ഗ്യാസ് ട്യൂബ് പുളയാൻ തുടങ്ങി എന്നുള്ളൊരു വർണ്ണന ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്റ്റൈൽ ഓഫ് മോപ്പസാങ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. തുടർന്ന് വായിക്കുമ്പോൾ മോപ്പസാങ്ങിൻ്റെ ഈ ശൈലി പ്രത്യേകം ശ്രദ്ധിക്കുക. But another thought, and when I see this tube, another picture occurs to every mind. ഇത് കാണുന്ന സമയത്ത് മറ്റൊരു ചിന്തയാണ് ഇത് കണ്ടവരുടെ മനസ്സിൽ മുഴുവൻ വരുന്നത്. Okay, which sight? The sight of the balloon being filled with air, with gas. എന്താണ് ആ തോട്ട്? It is thus that nature itself nourishes beings until their birth. Isn't it like this that nature is nourishing every living being before its birth? ഓരോ ജീവിയും ജനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ശ്വാസം, അതിൻ്റെ ഉള്ളിലേക്ക് ജീവൻ ഈ തരത്തിലല്ലേ കടന്നു പോകുന്നത് എന്ന് ഈ ബലൂണിലേക്ക് വാതകം നിറയുന്നത് കണ്ടപ്പോൾ ഞാനടക്കം എല്ലാവരും ഓർത്തുപോയി എന്ന് പറയുന്നു. ഓക്കെ, ബട്ട് until their birth, the creature that will rise soon begins to move, and the attendants of Captain Jovis, as Le Horla grows larger, spread and put in place a net which covers it, so that the pressure will be regular and equally distributed at every point. This is slightly technical. നിങ്ങൾ ബലൂൺ ഫില്ല് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഈ വർണ്ണന ആവശ്യമാണ്. Okay, the balloon which is lying on the floor, which is lying on the ground, is covered with a large net. കയർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു നെറ്റ് കൊണ്ട് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം when the air is filled into the balloon, the air must be reaching all the different parts of the huge balloon equally. ഒരുപോലെ ഈ വാതകം, ഇതിനകത്ത് കിടക്കുന്ന വാതകം ബലൂണിൻ്റെ എല്ലാ വശത്തും നിറയുവാനായിട്ട് അതിനൊരു വലിയ കയർ കൊണ്ടുള്ള വലിയൊരു നെറ്റിനകത്താണ് ഈ ബലൂണിനെ നിലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, now the crowd has begun to talk, and some men who appear to be specialists, firm with authority,
that we shall come down before reaching the fortifications. Okay, people are always like that. They will always gossip and most of them appear to be specialist. അറിയാത്ത കാര്യമാണെങ്കിലും അഭിപ്രായം പറയാൻ ആളുകൾക്കൊക്കെ വലിയ താല്പര്യമാണല്ലോ. അപ്പോൾ ഈ ബലൂൺ നിറയ്ക്കുന്നതും യാത്ര പോകുന്നതൊക്കെ കാണാനായിട്ട് വന്ന് ആദ്യമായി കാണുന്ന ആളുകളാണ്. അവരും ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ ബലൂണ് ഇറ്റ് വിൽ കം ഡൗൺ ബിഫോർ ഇറ്റ് റീച്ച് ഇറ്റ്സ് ഫോർട്ടിഫിക്കേഷൻസ്. ഇത് ഇത്രയും ദൂരെ ഫ്രാൻസ് വരെയൊന്നും ഈ ബലൂൺ എത്തുകയില്ല. ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിയേഴ്സ്, അവിടെ ഈ വർക്ക്ഷോപ്പിന് ചുറ്റുമുള്ള അതിരുകളാണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബലൂൺ പറന്ന് പൊന്തി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബലൂൺ താഴെ വീഴും എന്നൊക്കെ ചിലർ വളരെ ആധികാരികമായി വിത്ത് അതോറിറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, നൗ several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. Okay, and there are many other critics എന്ന് പറഞ്ഞാൽ those who are criticizing, വിമർശിക്കുന്ന ആളുകൾ ആണ്. There are many other people who are criticizing this type of travel. ഇതൊരു പുതിയ രീതി, നോവൽ ടൈപ്പ് ഓഫ് ട്രാവൽ, പുതിയ രീതിയിലുള്ള ട്രാവലാണ്. അപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരും അവിടെയുണ്ട്. ബട്ട് വി വെർ എബൌട്ട് ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ട്രാവൽ. ഓക്കെ, meanwhile the balloon is growing slowly but surely, and in the meantime ആളുകൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും the balloon is slowly rising up and it is getting its full shape. Okay, you have to imagine this. If you want to see this, go to YouTube എടുത്ത് നോക്കുക, ബലൂൺ ട്രാവൽസിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ you can see how huge such a balloon is. You are going to see that some 4 or 5 people are going to travel in this balloon. അപ്പോൾ എത്രയും 4-5 പേരെ ഉയർത്തി ആകാശത്തു കൂടെ കൊണ്ടുപോകാൻ വലുപ്പമുള്ള ഒരു കൂറ്റൻ ബലൂണാണ്. ആ ബലൂണിനോട് കെട്ടിച്ചേർത്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റിലാണ് ഈ യാത്രികർ യാത്ര ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹ്യൂജ് ബലൂൺ. അല്ലാതെ നമ്മൾ വീട്ടിൽ കളിക്കുന്ന ഒരു കുഞ്ഞു ബലൂണിനെ കുറിച്ചിട്ടല്ല, കുട്ടികൾ കളിക്കുന്ന ഒരു ബലൂണിനെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ ഹ്യൂജ് ബലൂൺ. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണ് മോപ്പസാങ്. While Captain Jovis, he is the person who has sent the telegram. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ടെലിഗ്രാം അയച്ചിട്ടുള്ള ക്യാപ്റ്റൻ ജോവിസ് ആണ്. അത് ക്യാപ്റ്റൻ ജോവിസ് ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ആർ ബിസി വിത്ത് ദ ലാസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് പ്രിപ്പറേഷൻസ്. And the travelers go to dine in the canteen. Dine means go for the dinner. Okay, so all the travelers have gone to the canteen. വർക്ക്ഷോപ്പിനകത്ത്, ഈ ബലൂൺ വർക്ക്ഷോപ്പിൻ്റെ അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ ഒരു ഡിന്നറുണ്ട്, ഒരു ഡിപ്പാർച്ചർ ഡിന്നറുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും അവിടേക്ക് കടന്നു. ആൻഡ് ഓഫ് ദ ഗ്യാസ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം. ദിസ് ഇസ് എ കസ്റ്റം, ദിസ് ഇസ് എ പ്രാക്ടീസ്. ഇതൊരു രീതിയാണ്. ബിഫോർ വി take on a balloon trip, you have to have a joint dinner. അത് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. And when we come out again, after we finish our dinner, and when we come out, the balloon is swaying means moving in the air. Okay, ചാഞ്ചാടുക, വായുവിൽ ചാഞ്ചാടുക. And enormous and transparent. Enormous means large, transparent means see through. സുതാര്യമായതിനെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വായുവൊക്കെ നിറച്ച്, വാതകമൊക്കെ നിറച്ച് അത് സുതാര്യമായി തീർന്നിരിക്കുന്നു, സീ ത്രൂ ആയിരിക്കുന്നു. ട്രാൻസ്പെറൻറ്റ്, എ പ്രൊഡീഷ്യസ് ഗോൾഡൻ ഫ്രൂട്ട്. Look at the description. It's a പ്രൊഡീഷ്യസ്. പ്രൊഡീഷ്യസ് means large, very large. ഗോൾഡൻ, സുവർണ്ണ നിറമുള്ള, ഫ്രൂട്ട്, ഫലം. ആകാശത്ത് ഒരു വലിയ സ്വർണ്ണ നിറമുള്ള ഒരു പഴം. എന്ത് പഴം? എ ഫാന്റാസ്റ്റിക് പെയർ. പെയർ ബിലോങ്സ് ടു ദ ആപ്പിൾ ഫാമിലി. ഇത്തരത്തിലുള്ള ഒരു ആപ്പിൾ പോലെയുള്ള ഒരു പഴമാണ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൾബസ് ആണ്, ബൾബിൻ്റെ ഒരു ഷേപ്പുള്ള, പഴയ ബൾബിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു സാധനമാണ് പെയർ എന്ന് പറയുന്നത്. അതിന് വലിയൊരു ബൾബ് രൂപത്തിലുള്ള ഒരു പെയർ പഴത്തിൻ്റെ രൂപത്തിലുള്ള ഈ ബലൂൺ ആകാശത്ത് നിൽക്കുന്നു. വിച്ച് ഇസ് സ്റ്റിൽ റൈപ്പനിങ് മീൻസ് എബൌട്ട് ടു ഗെറ്റ് ഇറ്റ്സ് ഫുൾനെസ്. ഓക്കെ, അതിൻ്റെ ആ ഒരു പാകമായി വരുന്ന ഒരു പേർപ്പഴത്തിനെ പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. കവേർഡ് ബൈ ദ ലാസ്റ്റ് റേസ് ഓഫ് ദ സെറ്റിംഗ് സൺ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ദിസ് ഹ്യൂജ് ബലൂൺ against the horizon, against the rays of the setting sun, it was a beautiful sight. Okay, now, and covered the last rays of the setting sun. Now the basket is connected. ഓക്കെ, ഈ ബലൂണ് നിലത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്, നെറ്റുമായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. സോ നൗ ദ ബാസ്ക്കറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബലൂൺ
അറ്റാച്ച്ഡ് ദ ബാരോമീറ്റേഴ്സ് ആർ ബ്രോട്ട്. ഇതിനകത്ത് കൊണ്ട് ഈ ബലൂണിനകത്ത് യാത്രയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ. ബാരോമീറ്റർ ഇസ് എ എക്യുപ്മെൻറ്റ് ഫോർ മെഷറിംഗ് പ്രഷർ, മർദ്ദം അളക്കാനുള്ള, ഭൂമിയിൽ നിന്ന് ഉയരുന്ന സമയത്തുള്ള മർദ്ദം, ബലൂണിൽ അനുഭവപ്പെടുന്ന മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ദേ ആർ ബ്രോട്ട്. ദ സൈറൺ ഇസ് എ ഹ്യൂജ് പൈപ്പ്, എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇവർക്ക് ബലൂണിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് യാത്ര ചെയ്യുന്നു എന്ന് താഴെയുള്ളവരെ അറിയിക്കുവാനായിട്ട് മുഴക്കുവാനുള്ള സൈറണാണ്. ഓക്കെ, ആൻഡ് വിച്ച് വി വിൽ ബ്ലോ ടു അവർ ഹാർട്ട്സ് കണ്ടൻറ്റ്. ഹാർട്ട്സ് കണ്ടൻറ്റ് മീൻസ് ഹാപ്പിനെസ്. ഞങ്ങൾക്ക് സൗകര്യം പോലെ, ഇഷ്ടം പോലെ വിളിക്കുവാനുള്ള സൈറൺ ഞങ്ങളവിടെ കരുതിയിട്ടുണ്ട്. ഈസ് ഓൾസോ ബ്രോട്ട്. ഓൾസോ ടു ട്രംപറ്റ്സ്. ട്രംപറ്റ് അഗെയിൻ ഈസ് എ പൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഈ ഊതുന്ന ഒരു തരത്തിലുള്ള സൈറൺ പോലെ തന്നെയുള്ള ഒരു പൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ് ട്രംപറ്റ് എന്ന് പറയുന്നത്. 2 ട്രംപറ്റ് ഉണ്ട്. ആൻഡ് ദ ഈറ്റബിൾസ്, ഓഫ് കോഴ്സ് കഴിക്കുവാനുള്ള ഫുഡ്സ്, ഈറ്റബിൾസ്, ആൻഡ് ദ ഓവർ കോട്ട്സ് ആൻഡ് ദ റെയിൻ കോട്ട്സ്. ഓക്കെ, ഞങ്ങൾക്ക് മഴ പെയ്യുകയാണെങ്കിൽ ധരിക്കുവാനുള്ള റെയിൻ കോട്ട്സും ഓവർ കോട്ട്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദ സ്മോൾ ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഗോ വിത്ത് മെൻ ഇൻ ദറ്റ് ഫ്ലൈയിങ് ബാസ്ക്കറ്റ്, ആൻഡ് എവറിത്തിങ് ഈസ് ഫിൽഡ് ഇൻ ദ ബാസ്ക്കറ്റ് ബിഫോർ വി ഗോട്ട് ഇൻ ടു ദ ബാസ്ക്കറ്റ്. ക്യാപ്റ്റൻ ജോവിസ് ഇസ് നൗ റെഡി ആൻഡ് ഹി കോൾസ് ഓൾ ദ പാസഞ്ചേഴ്സ്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് ഈസ് ടേക്കിംഗ് ചാർജ് ആൻഡ് ഹി സേസ്, ഓൾ ദ പാസഞ്ചേഴ്സ് പ്ലീസ് റിപ്പോർട്ട്, വി ആർ അബൌട്ട് ടു ലീവ്. നൗ Lieutenant Malay, look at the spelling of that word, Lieutenant. Lieutenant is a military rank. Okay, it's pronounced as lieutenant. Okay, Lieutenant Malay, French name, Malay, jumps abroad. അപ്പോൾ ഞങ്ങളെല്ലാം കയറുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റനൻറ്റ് മാലേ ഉടനെ ബലൂണിനകത്തേക്ക്, ഈ ബാസ്ക്കറ്റിനകത്തേക്ക് ചാടി കയറി. അതിനുശേഷം അദ്ദേഹം climbing first on the aerial net between the basket and the balloon, from which he will watch during the night the movements of Le Horla across the skies as the officer on watch standing on starboard watching the course of a ship. It's a long sentence and it's a technical sentence, so you need to know what is it. A starboard on a ship is a high platform on the mast of a ship. ഒരു കപ്പലിൻ്റെ മാസ്റ്റിൽ, അതിൻ്റെ കപ്പൽ പായമരത്തിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റാൻഡിംഗ് ബോർഡാണ് സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ കപ്പലിൻ്റെ ദൂരദിശയൊക്കെ നോക്കുവാനായിട്ട് ഈ നാവികർ അതിന് മുകളിലാണ് കയറി നിൽക്കുന്നത്. അതുപോലെ ഈ ബലൂണിനകത്ത് അതിൻ്റെ ദൂരത്തേക്കുള്ള കാഴ്ചകൾ നിയന്ത്രിക്കുവാനോ വേണ്ടിയിട്ട് വൺ ഓഫീസർ, ഓക്കെ, ഹിസ് നെയിം ഈസ് ലെഫ്റ്റനൻറ്റ് മാലേ, അയാൾ ആദ്യം തന്നെ ബലൂണിൽ കയറുകയും ആൻഡ് ഹീ ഈസ് ക്ലൈംബിംഗ് ഓൺ ദ നെറ്റ്. ദർ ഇസ് എ നെറ്റ് ദാറ്റ് ഈസ് കണക്റ്റിംഗ് ദ balloon and the basket. ആ നെറ്റിന് മുകളിൽ കയറി നിന്നിട്ട് and he is taking his position there. That's all. Now, course of a ship. And Monsieur is French for Mr. Monsieur എന്നുള്ളൊരു ചുരുക്കമാണ് അവിടെ, ക്യാപിറ്റൽ M എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് പേജ് നമ്പർ 80. It is Monsieur, pronounced as Monsieur. Monsieur Etrine Beer gets in after him, and then comes Monsieur Paul Besant, then Monsieur Patrin Iris, and then I get at last. അപ്പോൾ ജോവിസ് കൂടാതെ 5 പേരും കൂടെ ഈ ബലൂണിനകത്തേക്ക് കയറി. അവരുടെ പേരുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ജോവിസ് ഇസ് ഓൾറെഡി, ക്യാപ്റ്റൻ ജോവിസ് ഇസ് ഓൾറെഡി ദർ, ദെൻ ലെഫ്റ്റനൻറ്റ് മാലേ ഈസ് ഓൾറെഡി ദർ. അവർ 2 പേരെയും കൂടാതെ ഇത്രയും ആളുകൾ. ഓക്കെ, മെസ്യൂ എട്രീൻ ബിയർ ഇസ് 1 person, and then comes Paul Besant. Monsieur Paul Besant is there, then Monsieur Patrice Iris is there, and finally myself, Guidi Maupassant. So altogether 6 people are there inside, and that is a problem. The balloon cannot carry 6 people. എന്താ സംഭവിക്കുന്നത്? But the basket is too heavy for the balloon. ഇത്രയും പേർക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് considering the long trip to be taken, and Monsieur Iris has to get out, and not without great regret. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് Monsieur Iris എന്ന് പറഞ്ഞ ആൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. All together there are 5 travelers in the balloon now. ഓക്കെ, അങ്ങനെ ബലൂൺ യാത്ര പുറപ്പെടുകയാണ്. അതിന് മുമ്പായി Monsieur Joliet and standing erect on the edge of the basket. Okay, we don't have any other reference to this person in the essay. അപ്പോൾ we are still doubtful whether Monsieur Joliet is inside the basket or outside the basket. I presume that he is outside. Okay, Monsieur Joliet standing erect on the edge of the basket begs the ladies in a very gallant terms. Gallant means very brave. അപ്പോൾ
മെസ്യു ജോലി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ഈ ബാസ്ക്കറ്റിൻ്റെ അരികിൽ കയറി നിന്നിട്ട് താഴെ നിൽക്കുന്ന കാണാനായിട്ട് വന്നിട്ടുള്ള ലേഡീസിനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇൻ വെരി ഗാലന്റ് ടേംസ്, ഇൻ വെരി കറേജിയസ് ബോൾഡ് ടേംസ് ഹി സെഡ്, ടു സ്റ്റാൻഡ് aside a little, please move back, ladies please move back, okay, and gentlemen please move back, for he is afraid he might throw sand on their hats in rising. ഈ ബലൂണിന് യു നീഡ് ടു നോ സം ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഹിയർ. ദിസ് ബാസ്ക്കറ്റ് ഈസ് കണ്ടെയ്നിങ് സാക്സ് ഓഫ് സാൻഡ്. മണൽ നിറച്ച ചാക്കുകൾ ഈ ബാസ്ക്കറ്റിനകത്തുണ്ട്. ബലൂൺ ഉയരണമെങ്കിൽ അതിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതുണ്ട്. കുറയ്ക്കുവാനായിട്ട് അതിനകത്തുള്ള മണലിനെ പുറത്തേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ കുറേശ്ശെ മണൽ എടുത്തിടുന്നതിനനുസരിച്ച് ഭാരം കുറയുമ്പോൾ ബലൂൺ പൊങ്ങുകയാണ്. അതുകൊണ്ട് when he is going to drop this sand from the basket, it might stand on the hats of the ladies who are standing below. അതുകൊണ്ട് he is asking them to move back. Okay, rising, then he commands, let it loose. അതിനുശേഷം അയാൾ വിളിച്ചു പറഞ്ഞു, ഓക്കെ, കട്ട് ദ റോപ്പ്. ഈ ബലൂണിനെ ഭൂമിയുമായി ബന്ധിച്ചിരിക്കുന്ന റോപ്പ് കട്ട് ചെയ്തേക്കു. കട്ട് ഇറ്റ് ലൂസ് ആൻഡ് കട്ടിങ് വിത്ത് വൺ സ്ട്രോക്ക് ഓഫ് ഹിസ് നൈഫ് ദ റോപ്സ് ദാറ്റ് ഹോൾഡ് ദ ബലൂൺ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഹീ ഗിവ്സ് ലെ ഹോള ഇറ്റ്സ് ലിബർട്ടി. അപ്പോൾ അദ്ദേഹം തന്നെ മെസ്യു ജോലിയറ്റ്, അയാൾ തന്നെ അദ്ദേഹത്തിന് കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ ബലൂണിനെ ഭൂമിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോപ്പ് ഒറ്റ വെട്ടിന് മുറിക്കുകയും, ആൻഡ് ഹീ ഈസ് ഗിവിങ് ദ ബലൂൺ ഇറ്റ്സ് ഫ്രീഡം, ആൻഡ് ദസ് ദ ബലൂൺ ഈസ് സ്ലോലി റൈസിങ് ടു ദ സ്കൈ. Okay, that is the beginning of the journey. We shall continue with the journey in the next session. Thank you.